ഇതാ ആ ഓർഡർ എടുത്തോ. അതിൻ്റെ ക്യാഷ് വെച്ചോളാം. ഞാൻ കൊടുത്തിട്ട് അല്ല എന്താ കുടിച്ചിട്ട് പോയിക്കാ, രാവിലെ ഒന്നും ഓടണല്ലേ? ഇല്ലേക്കാ, ഇതുകൂടെ കൊടുത്തിട്ട് വരാം. അല്ലേ ഇപ്പം വിളി വരും. പറ്റിയ ആള് തന്നെയാണല്ലോ ജമാൽക്ക് അങ്ങ് കിട്ടിയത്. ഓനാണെന്നുണ്ടെങ്കിൽ പണിയും കുടുംബം കഴിഞ്ഞിട്ട് വേറെ എന്തോ ഉള്ളൂ. അവര് ചെക്കനാ കിട്ടിയെന്നെ വലിയ കിട്ടില്ല. അല്ല, മനാഫ് വന്നിട്ട് 3 വർഷം കഴിഞ്ഞില്ലേ? സാധാരണ 1 വർഷം ആകുമ്പോഴത്തേന് നാട്ടിൽ പോകാനുള്ള ധൃതി ആയിരിക്കുമല്ലോ. അവനെൻ്റെ പാരാത്തോണ്ട് ഇങ്ങനെ നീങ്ങി പോവുക. അതുമല്ലടാ, എൻ്റെ ഉപ്പൻ്റെ ക്യാൻസർ കാരണം വീടും പറമ്പും പണത്തിലായി. അനിയത്തിയാണെങ്കിൽ പഠിക്കലുമുണ്ട്. ഉള്ളതൊക്കെ വിറ്റ് തൊളിച്ചിട്ട് സലാംക്കാണ് പോയി. കുടുംബമാണെങ്കിൽ ആരാന്റെ പേരേലും. വിധി ഇന്നെന്താ ചെയ്യാ? ഈ ക്യാൻസർ ഒന്ന് കേൾക്കുമ്പോഴേ മനുഷ്യരെ പേടിയാ. പിന്നെ റേഡിയേഷനൊക്കെ കഴിഞ്ഞിട്ട് ആ മുടിയൊക്കെ പോയി നിൽക്കുന്ന അവസ്ഥ ഉണ്ടല്ലോ, വല്ലാത്ത. ഓ, വല്ലാത്ത അവസ്ഥ. അസ്സലാമലൈക്കും. പള്ളി കഴിഞ്ഞ് വന്നേ ഉള്ളു. ഉമ്മയോടാ? ഇവിടെ ഉണ്ട്. ആഹാ, ഉമ്മാന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് കുറേ. എന്താണ് വിശേഷമൊക്കെ? 1 മണിക്കൂറായിട്ട് എന്നെ പിടിച്ചെടുത്തി മുടി ചെയ്യുക. വേണ്ടെന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. ഓള് കള്ളം പറയാടാ. 3-4 ദിവസമായിട്ട് തലവേദന എന്ന് പറഞ്ഞ് നടക്കുക. ദേ ഇപ്പൊ മുടി പിടിച്ച് നോക്കിയപ്പോഴല്ലോ അറച്ച് പേന. ആ മതി മതി, രണ്ടാളും കൂടി പേനിന്റെ കഥയും പറഞ്ഞ് എന്റെ ഫോണിൽ ബാലൻസ് കളയാൻ നിൽക്കണ്ട. എന്റെ ഇക്ക, പെയിൻ കൂടിയാൽ തലവേദന വരുമെന്ന് കണ്ടുപിടിച്ച് വലിയ ഡോക്ടറെ ഉമ്മ. നീ വല്ലതും കഴിച്ചോ? ജുമാ കഴിഞ്ഞ് വന്നേ ഉള്ളൂ ഉമ്മ. ഇനി ഇവന്മാരുടെയൊക്കെ ഫോൺ വിളി കഴിഞ്ഞിട്ട് വേണം വല്ലതും കഴിക്കാൻ. ഇക്ക, നല്ല തലവേദന, ഞാനൊന്ന് കിടന്നോട്ടെ. ഒന്ന് മുഖമൊക്കെ കഴുകി കുറച്ച് വെള്ളം കുടിച്ചിട്ട് ഇടക്ക് വെച്ചേ. എന്റെ മോനെ, അവളുടെ ആ മുടി പകുതി മുറിച്ച് കളഞ്ഞ അവളുടെ എല്ലാ വേദനയും മാറുന്നേ. അങ്ങനെ എന്റെ മുടി തൊട്ട് കളിക്കണ്ട. ഇനി മുടി മുറിച്ചാലേ ഈ വേദന മാറുന്നുണ്ടെങ്കിൽ അതവിടെ കിടന്നോട്ടെ. ഞാൻ പോവാണ്. അല്ലമ്മ, അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ തലവേദന വരുന്നുണ്ട്. നമ്മുടെ ഷോയബ് ഡോക്ടർ ഒന്ന് കാണിക്കായിരുന്നു. എന്തായാലും നാളെ കൊണ്ടുപോയി കാണിക്കാൻ മോനെ. എന്താ മുഖമല്ലാതെ? റിസൾട്ട് വന്നു. എന്നിട്ട് എന്താ റിസൾട്ട്? മുന്താസിന് മാപ്പന് അതേ അസുഖം തന്നെ. എൻ്റെ റബ്ബേ, മനാഫ് അറിഞ്ഞോ? നമ്മുടെ റസാക്ക് നാട്ടിൽ വിളിച്ചപ്പം സുലൈമാനാജാ പറഞ്ഞേ, മനാഫ് ഡോക്ടറെ നേരിട്ട് വിളിച്ചിരുന്നു. ഈ ചെക്കൻ എന്തൊരു വിധിയാണ് പഠിച്ചോന്നെ. അല്ലാ, എന്താടാ ഇത്? നീ ഇങ്ങനെ തളർന്നാലോ? എന്ത് വേദന വന്നാലും ഒരാളെ മുടിയത്തോടാൻ അനുവദിക്കാത്തവളാ എൻ്റെ മുന്താസ്. പക്ഷെ കീമോ കഴിഞ്ഞിട്ട് തലയും മുടിയില്ലാണ്ടായ കാണുമ്പോണ്ടല്ലോ ദിനേശേട്ടാ, സഹിക്കൂല ദിനേശേട്ടാ. മുടി ഇനി വളരില്ലടാ. അതിൻ്റെ പേരിൽ തിന്നാതെയും കുടിക്കാതെ ഇരുന്നിട്ട് കാര്യമുണ്ടാ? മനാഫേ, നീ നാട്ടിൽ പോകുന്ന വഴി നോക്ക്. ടിക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ശരിയായിക്കോളാം. നീ പോയ ഉമ്മാക്കൊരു സമാധാനമാണല്ലോ.
മനാഫിന്റെ കാര്യം എന്തായി? പെങ്ങളുടെ ക്യാൻസർ ചികിത്സ നടന്നിരിക്കല്ലേ? അവൻ്റെ പെങ്ങളുടെ കാര്യമൊന്നും പറയണ്ട. ഞാൻ അവനോട് പറയാം നാട്ടിൽ പോയി ഒന്ന് കണ്ടിട്ട് വരാൻ. അപ്പോൾ അവൻ പറയേ അവളെ കണ്ട അവൻ്റെ അമ്മയെ പോലെ മറന്നു പോകുന്നു. ഒന്ന് നാട്ടിൽ പോയി കാണേണ്ടുള്ളതല്ലേ. ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ എങ്ങനെയാ പറഞ്ഞേക്കുക? പിന്നെ നാട്ടിൽ നിന്ന് ഇപ്പോൾ ഒരു കോൾ ഉണ്ടായിരുന്നു. മനാഫിൻ്റെ പെങ്ങള് മരണപ്പെട്ടു. ഓ എന്നല്ലേ നാട്ടിൽ എന്താ ഇപ്പോൾ ചെയ്യാം? അവൻ റൂമിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പോയിട്ട് എന്താ വേണ്ട വെച്ചാൽ ചെയ്തോളൂ. പോയി വെക്കുന്നതാ. ഞാൻ പറഞ്ഞില്ല ടിക്കറ്റ് എടുത്ത് തുറക്കാൻ. എനിക്ക് ടിക്കറ്റ് വേണ്ട. എനിക്ക് എന്തിനാണ് ടിക്കറ്റ്? ടിക്കല്ലേ പറഞ്ഞത്? അവളെ അസുഖമൊക്കെ മാറി. അവള് വലിയ കുട്ടിയായിട്ട് പോയിക്കാ. നീ അല്ലടാ പറഞ്ഞ? നീ പറഞ്ഞില്ല. ഇപ്പൊ അവളെ ഏൽപ്പിച്ച് എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോട്ട്. അവൾക്ക് 5 വയസ്സാണ്. എന്റെ പൊന്നു മോളായിട്ടാണ് വളർത്തിക്കുന്നത്. ഞാനുണ്ട് ഇന്നലെ കൂടി പറഞ്ഞോളൂ. ഇന്നലെ കൂടി പറഞ്ഞതാ. എപ്പോഴും വരേക്ക കാണാൻ പോകുന്നുണ്ട്. എന്റെ പൈസ ഇല്ലാഞ്ഞിട്ട് നിങ്ങൾ സഹായിക്കാഞ്ഞിട്ടൊന്നും അല്ലടാ. എന്റെ കൊച്ചിനെ എനിക്ക് കാണാൻ പറ്റൂല. എനിക്കറിയാം. വലിയ വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ലടാ. നോക്ക്, നന്നായി പഠിക്കണം, ഒരാളാവണമെന്ന് മാത്രം വിളിച്ച് പറഞ്ഞിട്ടുള്ളൂ. അതിന് വേണ്ടിയൊന്നും മയ്യത്ത് നിസ്കാരം കഴിഞ്ഞാൽ മനാഫിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നല്ലേ പറഞ്ഞേ? ഞാൻ കുറേ വിളിച്ചാ വന്നില്ല. വളരെ സങ്കടം കാണുമ്പോൾ സഹിക്കാൻ പറ്റില്ല. ഉമ്മാന്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം പറഞ്ഞ മനാഫ്? ഒറ്റയ്ക്കല്ലേ വാടക വീട്ടിൽ കഴിയുന്നേ? ചെറിയ ആങ്ങള ആരിസിന്റെ കൂടെ എന്നാ കേട്ടത്. ഇസ്മായിൽക്ക ഒരു ചേച്ചിയുടെ നമ്പർ ഒന്നുണ്ട് പ്രസവത്തിൽ നിൽക്കാൻ. ആരൊക്കെ എന്തെന്ന് പറഞ്ഞാലും സ്വന്തം ഉമ്മേനെ പോലെ ആവില്ല നിൽക്കാം. കരുവാ റസിയത്ത, നല്ല മട്ടൻ ബിരിയാണിയുടെ സ്മെല്ലുണ്ടല്ലോ. എല്ലാരും ഉണ്ടല്ലോ, ഇരിക്കൂ. അല്ല റസിയാത്ത, സാധാരണ പ്രസവം കഴിഞ്ഞാലാണല്ലോ എല്ലാവർക്കും ബിരിയാണി വെച്ചെടുക്കല്. ഇതിപ്പോ എന്തായാലും സ്പെഷ്യല്? എൻ്റെ റസാക്കെ, കെട്ടിയൊക്കെ കുറേ നാളായിട്ട് പരാതി. പ്രസവത്തിന് ഉമ്മനെ പോലെ സ്നേഹിക്കുന്ന ഒരാളെ കിട്ടാനില്ലാന്ന്. എന്നിട്ടോ? ഇന്നലെ ഞാൻ ആ പരാതി ഞാൻ തീർത്തു. സ്വന്തം ഉമ്മാനെ തന്നെ കൊണ്ടുവന്നു. ഉമ്മ ഉമ്മ ഇനി മനാഫ് മാത്രമല്ല, ഞങ്ങളും നിങ്ങളെ മക്കളാ. ഈ ശുഭമുഹൂർത്തത്തിൽ നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ഫോട്ടോ എടുത്താലോ? എൻ്റെ മൊബൈലിൽ എല്ലാവരും ഒന്ന് വന്നേ. എല്ലാവരും മനാഫേ ചിരിക്കടാ. ഓക്കെ.